السلام عليكم ورحمة الله. الحمد لله وكفى وسلام على عباده الذين اصطفى. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. خلق الإنسان وعلمه البيان. അല്ലാഹു നമ്മളെ ഒരുമിച്ച് കൂടുതൽ കബൂലാക്കി പറയണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം നിഅമത്തുകൾ ഭൂമിയിൽ ചെയ്തിട്ടുണ്ട്. ഏത് നിഅമത്തുകൾ നാം പരിശോധിച്ച് നോക്കിയാലും ആ നിഅമത്തുകൾ അതിൻ്റെ പൂർണ്ണത ഉപയോഗപ്പെടുത്തുന്നതിന് രണ്ട് ആലത്തുകൾ അത്യാവശ്യമാണ്, രണ്ട് അവയവങ്ങൾ അത്യാവശ്യമാണ്, രണ്ട് ഉപകരണങ്ങൾ അത്യാവശ്യമാണ്. ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ വഴിയിൽ, ഒരു എഞ്ചിനീയർ അദ്ദേഹത്തിൻ്റെ വഴിയിൽ, ഒരു തൊഴിലാളി അദ്ദേഹത്തിൻ്റെ ജോലിയിൽ, ഒരു കർഷകൻ തൻ്റെ കാർഷിക മേഖലയിൽ ഒക്കെ വിജയിക്കണമെങ്കിൽ രണ്ട് ആലത്തുകൾ, രണ്ട് ഉപകരണങ്ങൾ അത് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തൽ അത്യന്താപേക്ഷിതമാണ്. അതിലൊന്നാണ് നമ്മുടെ നാവ്, വേറൊന്നാണ് നമ്മുടെ കരം, നമ്മുടെ കയ്യ്. ഈ രണ്ട് ഉപകരണങ്ങളും ഈ രണ്ട് ആലത്തുകളും എത്രമാത്രം നല്ലതുപോലെ നാം നിലകൊള്ളുന്ന മേഖലയിൽ ഉപയോഗപ്പെടുത്തുന്നോ അതിൻ്റെ അളവനുസരിച്ചിട്ടാണ് നാം നിലകൊള്ളുന്ന മേഖല അതൊരു സുവർണ മേഖലയായി, ഒരു ഗോൾഡൻ മേഖലയായി, നാം നിലകൊള്ളുന്ന മേഖല ഒരു സുവർണ ടൈമായി, ഒരു ഗോൾഡൻ മൂവ്മെന്റ് ആയിട്ട് മാറുന്നു. മുൻകാല മഹാന്മാരെല്ലാം ഈ രണ്ട് കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിൽ അങ്ങേയറ്റം ശ്രദ്ധിച്ചിരുന്നു. ഈ രണ്ട് നിഅമത്തുകളും അല്ലാഹു അവന്റെ കലാമിൽ എടുത്ത് പറയുന്നുണ്ട്. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ, അല്ലാഹു പറയുന്നുണ്ട്. പേനയെ തന്നെ സത്യം അല്ലാഹു ഖുർആനിൽ പറയുന്നു. പേനയെ അല്ലാഹു സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, പേന കൊണ്ട് ലോകത്ത് നടപ്പാക്കാൻ പറ്റുന്ന വിപ്ലവം ഒരു ഷഹീദിന്റെ ചോര കൊണ്ടും നടക്കുന്നതാണ്. ത്രാനാമത്സര ഷഹീദിന്റെ ചോര ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു ശിലാസ്ഥാപനത്തിൽ ഉദ്ധരിക്കാം. ബദറിലെ സഹാബത്തിന്റെ ചോര അല്ലാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പിനും ഇസ്തിഖാമത്തിനും ശിലപാകിയേക്കാം. എന്നാൽ ആ ശിലപാകപ്പെട്ട പ്രസ്ഥാനത്തെ അതിന്റെ ആദർശത്തിൽ കൂടെ ലോകത്തിന്റെ അവസാനം വരെ നിലനിർത്താൻ പേനയിൽ നിന്ന് നിർബാധം നിർഗളിക്കുന്ന ആ മഷികൾക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഒരു ഷഹീദിന്റെ രക്തം അതിന് സമാനമാണ് ഒരു പണ്ഡിതന്റെ തൂലികയിൽ നിന്ന് വമിക്കുന്ന മഷിയെന്ന് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു. തൂലികയിൽ കൊണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടം തൊട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അല്ലാഹുവിന്റെ ദീനിന്റെ ഇഅ്ലാഇന് വേണ്ടി, ഇശാഅത്തിന് വേണ്ടി തൂലിക ഉപയോഗപ്പെടുത്തിയ മഹാന്മാർ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അവർ, ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു അവർ, അങ്ങനെ തുടങ്ങി വലിയ ഒരു വട്ടം സഹാബാക്കളെ നമ്മൾ കാണുകയാണ്. അപ്പൊ ഒന്ന് തൂലികയാണ്. അത് കൃത്യമായി നമ്മൾ എന്താണ്, മാസികകളുണ്ട്, അതെന്താണ് മാസികകൾ, മാസത്തിൽ ഇറക്കേണ്ട പുസ്തകങ്ങൾ, അതുപോലെ ആഴ്ച പതിപ്പുകൾ, ആഴ്ച ഇറക്കേണ്ടത്,
അതുപോലെ ദിവസം ഇറക്കപ്പെടേണ്ട ജിദാരികൾ, അതുപോലെ ഒരു വാർഷിക പതിപ്പുകൾ, അതുപോലെ സ്മരണികകൾ, സൂര്യകൾ ഒക്കെ നമ്മൾ ഇറക്കണം. അപ്പോഴാണ് ആ രംഗത്ത് നമുക്ക് കഴിവ് വർദ്ധിപ്പിക്കാൻ എടുക്കുന്നത്. എത്ര നമ്മൾ എഴുതുന്നതനുസരിച്ച് നമ്മുടെ വാക്കുകളുടെ മൂർച്ച വർദ്ധിക്കും, നമ്മുടെ പേനകളുടെ നിബുകൾക്ക് ശക്തി വർദ്ധിക്കും. അതുകൊണ്ട് കൂടുതലായിട്ട് എഴുതണം. അതിനാണ് ജിദാരികളും അതുപോലെ ആഴ്ചയിൽ ഒരു 5-10 പേജ് വരുന്ന ഒരു ചെറിയ പുസ്തകം നമുക്ക് ഇറക്കാവുന്നതാണ്. ഓരോ ഭാഷ 2 പേജ് ഏറ്റെടുത്താൽ മതിയാകും. അപ്പൊ ചെറിയ പുസ്തകം, അതിനകത്ത് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഫിഖ്ഹും കുറച്ച് ഉസൂലിയാത്തുകളും കുറച്ച് നഹ്വിയാത്തുകളും ഒക്കെ ഉൾപ്പെടുത്തിയ ഒരു ചെറിയ പുസ്തകം ആഴ്ചയിൽ ഇറങ്ങുക. എല്ലാവർക്കും ധാരാളം ഒഴിവുകൾ ഓർമ്മ നിൽക്കാൻ അത് കാരണമായിട്ട് മാറും. മാസത്തിൽ ഇറക്കാൻ വേണ്ടി ചില പ്രത്യേക കണ്ടുപിടുത്തങ്ങൾ നമുക്ക് നടത്തണം. മാസത്തിൽ അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ചില വിഷയങ്ങളെ ആധികാരികമായിട്ട് നമ്മൾ പഠിക്കണം. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അത് 2 രീതിയിൽ കൂടെ നമുക്ക് കൈകാര്യം ചെയ്യാം. ഒന്ന്, അള്ളാഹുവിന്റെ ദീനിനെതിരിലുള്ള, ഖുർആനിനെതിരിലുള്ള, ഹദീസിനെതിരിലുള്ള, സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ മുബാറകായ ജീവിതത്തിനെതിരിലുള്ള ചില വിമർശനങ്ങളുണ്ട്. അതിന്റെ മറുപടികൾ വസ്തുനിഷ്ഠമായി നമ്മൾ എന്താണ് പഠിച്ച് അത് എഴുതി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മാസത്തിൽ ഒരു കയ്യെഴുത്ത് പ്രതികൂല ഇറക്കാം. അതേപോലെ ദീനിന്റെ ചില നിയമങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് വർത്തമാന കാലഘട്ടത്തിലെ സാമ്പത്തിക ശാസ്ത്രം, ധാരാളം കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കുറഞ്ഞ സമയത്തിനകത്ത് ഇതൊന്നും വിശദീകരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ലല്ലോ. അപ്പൊ എന്താണ് സാമ്പത്തിക ശാസ്ത്രം? അതിന്റെ ഏതെങ്കിലുമൊക്കെ മേഖല, ബാങ്കിങ് മേഖല, പഴയ കാലത്തെ ബാങ്ക് അല്ല ഇന്നത്തെ ബാങ്കൊക്കെ ആകെ മാറുന്നു. ഇന്ത്യയിൽ മാത്രം ഇപ്പോഴും ഈ പലിശ കെട്ടിപ്പിടിച്ചിട്ട് നിൽക്കുന്നുള്ളൂ. ഇന്ന് ബാങ്കിന്റെ മേഖലകളൊക്കെ വളരെ വ്യത്യസ്തവും വളരെ അത്ഭുതകരവുമാണ്. അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിന്റെ ബാങ്കിങ് മേഖല എന്താണ്, അതിനെ സംബന്ധിച്ച് നമുക്കൊരു ചർച്ച, ഒരു പഠനം. അത് ഹനഫി മദ്ഹബിന്റെയും ഷാഫി മദ്ഹബിന്റെയും കീഴിൽ എന്താ കാഴ്ചപ്പാട്, അങ്ങനെ ഒരു പുസ്തകം നിങ്ങളുടെ ഭാഗത്തു നിന്നും നിങ്ങളുടെ കഴിവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇറക്കാവുന്നതാണ്. കാരണം കാലം അതൊക്കെ ആവശ്യപ്പെടുക. അപ്പൊ ഇങ്ങനെ ഒരു മാസത്തില് ഒരു മാസിക ഇറക്കുമതി ചെയ്യുക. ഇതുപോലെ വർഷത്തിലൊരു വാർഷിക പതിപ്പാകുമ്പോൾ ഇത്തരം വ്യത്യസ്തമായ പഠനങ്ങളെ കൊണ്ട് ഇറക്കപ്പെട്ട ഒരു 200-300 പേജ് വരുന്ന ഒരു കൃതി നമ്മൾ ഇറക്കുക. ഇതൊക്കെ ഇറക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളാരും മനസ്സിലാക്കി കളയേണ്ട ഇതിനൊക്കെ വേണ്ടി ലക്ഷങ്ങളും കോടികളും അല്ലെങ്കിൽ പൈസകളൊക്കെ കണ്ടെത്തി അതൊന്നും വേണ്ട. കയ്യെഴുത്ത് പ്രതിയാക്കി ഇറക്കിയാൽ മതി. കയ്യെഴുത്ത് പ്രതിയായിട്ട് ഇറക്കിയാൽ മതി. ഒരു 5-6 നമുക്ക് വേണമെങ്കിൽ പിന്നീട് എന്ത് ചെയ്യാം, അതിൽ നിന്ന് നല്ല ലേഖനങ്ങളും നല്ല പഠനങ്ങളും തിരഞ്ഞെടുത്ത് മദ്രസയുടെ ആൾക്കാർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ പ്രസിദ്ധീകരിക്കാം. മദ്രസയുടെ പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കാം. നമ്മൾ കയ്യെഴുത്ത് പ്രതിയാക്കി ഒരുപറ്റം ആൾക്കാർ എഴുതുക, ഒരുപറ്റം ആൾക്കാർ തർത്തീബ് ചെയ്യുക, ഒരുപറ്റം ആൾക്കാർ അതിന്റെ വിഷയങ്ങളും കണ്ടന്റുകളും കണ്ടുപിടിക്കുക. അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ തന്നെ നമ്മൾ അത്ഭുതപ്പെടുത്തും. മജീസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അല്ലേ, ഇമാം ഖസാലിയുടെ ഗ്രന്ഥം. ഖസാലി റഹ്മത്തുള്ളാഹി എഴുതിയ മജീസിന്റെ എന്ന് പറയുന്ന ആ മദ്ഹുൽ മത്ന് അതിനെ കൈവച്ചത് ആരൊക്കെയാണ് നിങ്ങൾക്കറിയോ? എത്ര അത്ഭുതകരമായ കിതാബാണ് വജീസ്. ആ വജീസിൽ നിന്നാണ് മുഗ്നിൽ മുഹ്താജും തുഹ്ഫത്തുൽ മുഹ്താജും പിന്നെ മഹല്ലി എന്ന് വിളിക്കപ്പെടുന്ന മൻസൂറാദിയും അതുപോലെ മറ്റേ ശറഹ് ഹാഷിയായ കലിയൂബിയും റുമൈറയും ഇബ്നു ഖാസിമുൽ ഉബാദിയും ഷർവാനിയും എത്ര നദികളാണെന്നറിയോ അതിൽ നിന്ന് പുറപ്പെടുന്നത്. അത്ഭുതകരമായ രംഗം. നമ്മൾ അതിനെ കുറിച്ച് ഒരു വിശകലനം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. എത്ര വജീസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ പേര് പോലെ അതൊരു വജീസ. ആ വജീസിൽ നിന്നും മുത്തുകളെ തേടിപ്പിടിച്ചവരാ ഹൈതമി റഹ്മത്തുള്ളാഹി, നബവി റഹ്മത്തുള്ളാഹി തുടങ്ങിയ മഹാപടുക്കൾ. നബവി റഹ്മത്തുള്ളാഹിയുടെ ജീവിതം പോലും കിതാബിന് വേണ്ടി മാറ്റിവെച്ചു. ജീവിതം പോലും കിതാബിന് വേണ്ടിയാ, എഴുതാൻ വേണ്ടിയാ. ചിന്തിച്ചു നോക്കിക്കേ, എത്ര അത്ഭുതകരമാണ് ഇതൊക്കെ. ആ
അപ്പൊ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് കാര്യങ്ങളെ. മഹാന്മാർ കാര്യങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങളിലേക്ക് ഇടപെട്ടെന്ന് നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. അതൊരു കാര്യമാണ്. അത് നിങ്ങൾ ഗൗരവത്തിലെടുക്കുന്നു. അമ്മ തന്നെ സത്യം ചെയ്യാം. അവൽക്കാലം പേരയെ തന്നെ സത്യം, പേപ്പറിനെ തന്നെ സത്യം. മുഫസ്സിറുകൾ രണ്ടർത്ഥം കൊടുത്തു. പേപ്പറിന് തന്നെ സത്യം നടത്തി കൊടുത്തവരുണ്ട്, പേപ്പറിൽ എഴുതപ്പെടുന്ന കാര്യങ്ങൾ നടത്തി കൊടുത്തവരുണ്ട്. അമ്മ സത്യം ചെയ്യണമെങ്കിൽ ഈ കൈ കൊണ്ട് ചെയ്യപ്പെടുന്ന കാര്യം, ഈ രചന, ഇത് ചെറിയ കാര്യമാണോ? അള്ളാഹുവിന്റെ ദീൻ നിലനിർത്താൻ അത് അത്യന്താപേക്ഷിതം. അപ്പൊ അത് നമ്മൾ വളരെ കാര്യമായി നമ്മൾ എന്താണ് മുഖവിലേക്ക് എടുക്കണം. രണ്ടാമത്തെ കാര്യം എന്താ? നമ്മുടെ നാവിന്റെ ശക്തി എന്താ? നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു ഷഹീദിന്റെ ചോരയ്ക്ക് സമാനമാണ് പണ്ഡിതന്റെ തൂലികയിൽ നിന്ന് നിർഗളിക്കുന്ന മഷി എന്ന് പറയുമ്പോ ഒരു പണ്ഡിതന്റെ നാവിന്റെ മൂർച്ച ഒരു ഷഹീദിന്റെ കയ്യിലെ വാളിന്റെ മൂർച്ചയാണ്. ഒരു ഹദീസ് തന്നെ പറയുന്നുണ്ട്, നരകത്തിൽ പോകുന്ന അധികം ആൾക്കാരെയും ഞാൻ കണ്ടത് അവരെ നാവ് കൊണ്ട് കൊയ്ത കാരണം കണ്ടെത്താം. നാവ് കൊണ്ട് കൊയ്യുക, എത്ര സാഹിത്യം നിറഞ്ഞ പ്രയോഗം. അതും ഹബീബ് സയ്യിദ് റസൂലുള്ളാഹി തങ്ങളുടെ മുബാറകായ നാവിൽ നിന്ന് വരിക. നാവ് കൊണ്ട് കൊയ്യുക. തശ്ബീഹാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. അതും തശ്ബീഹിന്റെ ഏറ്റവും അഅ്ലാ മറാത്തിബ് തശ്ബീഹിൽ കൂടെ എന്താക്കിയിട്ടുള്ളത് സയ്യിദ് റസൂലുള്ളാഹി തങ്ങളുടെ കാര്യം പഠിപ്പിച്ചത്. അപ്പൊ നാവിന് വലിയ മൂർച്ചയുണ്ട്. എത്ര മതങ്ങളുണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. ഏതെങ്കിലും മതത്തിന് ഇസ്ലാം നാവ് ഉപയോഗപ്പെടുത്തേണ്ടതുപോലെ, ഇസ്ലാം നാവ് ഉപയോഗപ്പെടുത്താൻ കൽപ്പിച്ചതുപോലെ ഏതെങ്കിലും മതങ്ങളിലുണ്ടോ? നോക്കിക്കേ, ഒരു വർഷത്തില് 110 പ്രസംഗം. ഒരു വർഷത്തിൽ 110 പ്രസംഗം. അത് കേൾക്കല്, അത് പ്രസംഗിക്കല് ഫർള. 110 പ്രസംഗം ഒരു വർഷത്തിൽ. എക്സ്ട്രാ ഒരു 2, 4, 3, 7 പ്രസംഗം സുന്നത്ത് മുഅക്കദയാണ്. ഇതെന്തൊരു മതമാണെന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരു മതത്തില് ഒരു വർഷത്തിൽ 113 പ്രസംഗങ്ങൾ, 110, 7, 117 പ്രസംഗങ്ങള് ഒരു മതത്തിന് ഇബാദത്തായിട്ട് മാറുക. ആ മതം മനസ്സിലാക്കുക. പ്രസംഗത്തിന് വേണ്ടി തന്നെ ആഴ്ചയിൽ ഒരു ദിവസം, ഏതാ വെള്ളിയാഴ്ച. പ്രസംഗത്തിന് വേണ്ടി തന്നെ പള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നടുമുറ്റത്ത്, പള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ മുൻഭാഗത്ത് ഒരു പീഠം, പ്രസംഗ പീഠം അഥവാ മിമ്പർ. ഏത് മതത്തിനുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കി. ഇവിടെ പണ്ട് ആരൊക്കെ പ്രസംഗിച്ചപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, പ്രസംഗം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, അത് വണ്ടിയുടെ ഹോണ് പോലെ പറഞ്ഞ ആൾക്കാരാണ്. പ്രസംഗം വണ്ടിയുടെ ഹോണ് പോലെയാ എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്. അവരോട് നമുക്ക് പറയാനുള്ളത് വണ്ടിയുടെ ഹോണല്ല, വണ്ടിയുടെ ഇഞ്ചനാണ് പ്രസംഗം. വണ്ടി നിലകൊള്ളണമെങ്കിൽ അത് ഇഞ്ചൻ വേണം, ആ ഇഞ്ചന്റെ സ്ഥാനത്താണ്. പരിശുദ്ധമായ ദീനില് 3 പ്രസംഗങ്ങളുണ്ട്, പകരം വയ്ക്കാൻ പറ്റാത്ത പ്രസംഗം. ഒരു പ്രസംഗം ആരെന്നറിയോ? സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ പ്രസംഗമാണ്, അറഫയുടെ പ്രസംഗം. UN പോലും അതിന്റെ മനുഷ്യാവകാശ നിയമത്തിൽ എഴുതി ചേർത്തിരിക്കുന്ന പ്രസംഗമാണ് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ അറഫയുടെ പ്രസംഗം. എല്ലാ പള്ളിയിലും പോയി നോക്കിയാൽ കാണാം. രണ്ടാമത്തെ പ്രസംഗം ഏതെന്നറിയുന്നത്? രണ്ടാമത്തെ പ്രസംഗം സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി അവിടുത്തെ വീട്ടിന്റെ മുബാറക്കായ ആയിഷ സിദ്ദീഖയുടെ മുറിയിൽ കിടക്കുമ്പോ അബൂബക്കർ സിദ്ദീഖിന്റെ പ്രസംഗമുണ്ട്. ആ പ്രസംഗം മുഅ്മിനീങ്ങളുടെ ഈമാൻ ത്രസിപ്പിക്കുന്ന പ്രസംഗമാണ്. അത് രണ്ടാമത്തെ പ്രസംഗമാണ്. ഈ ദീനിലാർക്കും മറക്കാൻ പറ്റാത്ത പ്രസംഗം. മൂന്നാമത്തെ പ്രസംഗമുണ്ട്. നീഗസ് ചക്രവർത്തിയുടെ മുമ്പില്, നജാഷി രാജാവിന്റെ മുമ്പില് ഖുറൈശികൾ മുഴുവനും എത്തിയിട്ട്, ഈ വിമത രാജ്യ മുസ്ലിമീങ്ങളെ ഞങ്ങൾക്ക് മടക്കി തരണം, ഞങ്ങളുടെ നാട് മുടിച്ചോരാണ് ഇവര്, ഞങ്ങളുടെ നാട് മുടിച്ചോറാക്കിയവരാണ് ഇവര്, ഇവരെ മടക്കി അയക്കണം, ഇവരെ ഞങ്ങൾക്ക് മടക്കി തരണം എന്ന് അബൂ സുഫിയാന്റെ യുദ്ധത്തിൽ ഒരു ജമാഅത്തിനെ അയച്ച് ആവശ്യപ്പെടുമ്പോ ആ ചക്രവർത്തിയുടെ മുമ്പിൽ വെച്ച് ജഅഫർ ഇബ്നു അബീ താലിബ്
റളിയല്ലാഹു അൻഹു നടത്തിയ പ്രസംഗമുണ്ട്. അതൊരു ഒന്നൊന്നര പ്രസംഗമാണ്. ആ പ്രസംഗത്തിലാണ് നീരസ് ചക്രവർത്തി പോലും മുസ്ലിമായത്. ആ പ്രസംഗം കൊണ്ടാണ് ഈ രാജ്യത്ത് നിന്നും മുസ്ലിമീങ്ങളെ വിട്ടുതരില്ല എന്ന് നജാഷി രാജാവ് പ്രഖ്യാപിച്ചത്. അപ്പോ പ്രസംഗം കേവലം ഒരു വണ്ടിയുടെ ഹോണ് പോലാണെങ്കിൽ ഈ മതം എന്ന് തീർന്നു പോയിരുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രസംഗത്തെ എന്താക്കിയത്? ഫർളാക്കിയത്, നിർബന്ധമാക്കിയത്. അതുകൊണ്ട് നാം കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ നമ്മൾക്ക് സാധിക്കണം. രണ്ട് കാര്യമാണ് നമ്മുടെ പള്ളിയിലുള്ളത്. ഒന്നൊരു മെഹ്റാബ, മറ്റൊന്നൊരു മിമ്പറ. ജനങ്ങളെ ഇങ്ങനെ നിന്ന് ജനങ്ങളെ കാര്യം ബോധ്യപ്പെടുത്തണം. അതിന് നാവിന് ശക്തി ഉണ്ടാകണം. ശേഷം ആ ജനങ്ങളെ പടിഞ്ഞാട്ടേക്ക് തിരിഞ്ഞു നിന്ന്, കിഴക്കിലേക്ക് തിരിഞ്ഞു നിന്ന് ആ മെഹ്റാബിൽ കൂടെ അള്ളാഹുമായിട്ട് കണക്ട് ചെയ്യണം. രണ്ട് വസ്തുക്കളാണ്. ഒന്ന് ഉമ്മത്തിന് വേണ്ടി, അത് മിമ്പർ. രണ്ട് മെഹ്റാബ്, അത് അള്ളാഹ്ക്ക് വേണ്ടിയാ. ഈ മെഹ്റാബും മിമ്പറും കൃത്യമായി ചേരുമ്പോഴേയുള്ളൂ ഉമ്മത്തിനെ അള്ളാഹുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ മിമ്പർ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു. ഈ മിമ്പർ എന്താണ് നിങ്ങൾക്കറിയോ? അള്ളാഹുവിന്റെ അർശിന് സമാനമാണ് മിമ്പർ. അള്ളാഹുടെ അർശിന് സമാനമാണ്. സൂറത്ത് ബുറൂജിന്റെ യൗമ മസ്ജിദിനെ സംബന്ധിച്ചുള്ള ചർച്ചയില് അദ്ദേഹം ആ ഹദീസ് കൊണ്ടുവന്ന് വിവരിച്ചിട്ടുണ്ട്. ഓരോ മിമ്പറും അർശിന് സമാനമാണ്. അള്ളാഹുവിന്റെ അർശിന്റെ സ്ഥാനത്താണ്. ആ മിമ്പറിൽ നിന്ന് സംസാരിക്കുന്ന ഒരു പണ്ഡിതൻ, ഒരു ഖതീബ്, അദ്ദേഹം നിർവഹിക്കുന്ന ജോലി അള്ളാഹുവിന്റെ ജോലിയാണെന്ന് അദ്ദേഹം യൗമുൽ മസ്ജിദിലെ ജുമയെ സംബന്ധിച്ച് വിവരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഖുത്ബത്തിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും ഇങ്ങനെ വെച്ചിരിക്കുക. ഒന്ന് അള്ളാഹുവിലേക്ക് ഉമ്മത്തിനെ ചേർക്കാൻ, രണ്ട് ഉമ്മത്തിലേക്ക് അതിനെ ചേർക്കാൻ. ഇത് രണ്ടിന്റെ ഇടയ്ക്കുള്ള മധ്യവർത്തികളാണ് ഞാനും നിങ്ങളും. നമ്മുടെ ഡ്യൂട്ടി അതാണ്. അള്ളാഹുവിന്റെ ഉമ്മത്തിന്റെ ഇടയ്ക്ക് ശങ്കലയായി അവരെ കൂട്ടിച്ചേർക്കുക. കൂട്ടിച്ചേർക്കാൻ ഈ നാവില്ലെങ്കിൽ, കൂട്ടിച്ചേർക്കാൻ ഈ കൈയില്ലെങ്കിൽ, ഈ കൈക്ക് ത്രാണിയും ശക്തിയും ഇല്ലെങ്കിൽ, ഈ നാവിന് ശക്തിയില്ലെങ്കിൽ പിന്നെ ആരെ കൂട്ടിച്ചേർക്കാനാ? പിന്നെ ആരെ കൂട്ടിച്ചേർക്കാനാ? പണ്ടൊരു കവി പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞില്ല. അപ്പൊ നാവിന്റെ ശക്തിയും കൈക്ക് കൈയുടെ ശക്തിയും ഇല്ലെങ്കിൽ പിന്നെ ആദ്യമായിട്ട് എന്ത് കാര്യം? കിതാബുകൊണ്ട് എന്ത് കാര്യം? മുസ്ലിയാരായിട്ട് എന്ത് കാര്യം? ഖതീബായിട്ട് എന്ത് കാര്യം? എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് പിന്നെ വല്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് പിന്നെ എന്തെങ്കിലും കച്ചവടങ്ങൾക്കോ കൃഷി ജോലികൾക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകാൻ പറ്റുള്ളൂ. ഒരിക്കലും എന്താവില്ല. അവർക്ക് ഒരിക്കലും ദീനിന്റെ മേഖലയിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മുടെ മഹാന്മാർ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അതുകൊണ്ട് ഈ രണ്ടു കാര്യങ്ങളും നമ്മുടെ കൈ, അതിന് ശക്തി ഉണ്ടാകണം. അതിനെ എഴുത്ത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. രണ്ടാമത് നമ്മുടെ നാവിന് ശക്തി ഉണ്ടാകണം. അത് നമ്മൾ നല്ലതുപോലെ സഹിക്കാൻ പഠിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കാനാണ് ഈ സമാജം. ഈ സമാജം അതിനു വേണ്ടിയാണ്. അല്ലാഹു പറയാ ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ പടച്ചു. ആ മനുഷ്യന് പ്രസംഗിക്കാനുള്ള കഴിവും പ്രസംഗിക്കാനുള്ള ശൈലിയും അള്ളാഹു പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രസംഗം അതൊരു കല മാത്രമല്ല, അള്ളാഹുവിന്റെ ദീനിന്റെ നിലനിർത്താനുള്ള ഒരു വെള്ളവുമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സമാജം ആരും നിസ്സാരമായി കൊണ്ടരുത്. ഇത് ഗൗരവത്തിലെടുക്കണം. ഓരോ പ്രസംഗത്തിനും വേണ്ടി ഒരുങ്ങണം, തയ്യാറാകണം. നമ്മുടെ ബുദ്ധി അതിനുവേണ്ടി ചെലവഴിക്കണം. തഫാസുകൾ നോക്കണം, ഹദീസുകൾ നോക്കണം, അതുപോലെ തന്നെ മഹാന്മാരുടെ വചനങ്ങൾ നോക്കണം. കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം, കൂടുതൽ മുതാല ചെയ്യണം. അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് നാവിനും കൈക്കും എന്ത് കിട്ടുക? ശക്തി കിട്ടുക. അതേപോലെ ഒരു പ്രസംഗത്തിന് വേണ്ടി തയ്യാറെടുക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പൊതുവായ വിഷയം, എല്ലാവരും പറയുന്ന പൊതുവായ വിഷയം അങ്ങനെ പൊതുവായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകല്ല. ഒരു 2, 3, 4 കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. എന്തിനാ? നമ്മൾ 10 പേര് നമ്മുടെ കൂടെ നിന്ന് പ്രസംഗിച്ചാലും ആ 10 പേരെക്കാൾ ഒരു 4 കാര്യം നമ്മൾ കൂടുതൽ പറയുന്നു. അത് ചെവി മുളച്ച് പിന്നെ ആരും കേൾക്കാത്ത കാര്യമായിരിക്കും. ആ കാര്യങ്ങളെ നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ച് നമ്മൾ എത്തിക്കണം. അപ്പോഴും നമ്മുടെ പ്രസംഗം എന്താണ്? നമ്മൾ ഒരു കാര്യത്തെ പ്രസംഗിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ
ആരംഭിച്ചാലേ ഉള്ളൂ പ്രസംഗത്തിന് ശക്തി ഉണ്ടാവുക. അപ്പോഴേ ഉള്ളൂ ആഴത്തിലുള്ള പഠനം നടക്കുകയുള്ളൂ. ആയതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഈ അസറിന് ശേഷം സാധാരണ മനുഷ്യന്റെ വൃത്തിക്ക് ഒരു വർക്ക് ചെയ്യാത്ത ടൈമായിട്ട് വരും. അപ്പൊ ഈ ടൈമില് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി അൽഹംദുലില്ലാ ആ കാര്യം എല്ലാവരെയും പ്രത്യേകം ഉണർത്തിക്കൊണ്ട് ഈ യോഗം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമത്തില് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് വിടവാങ്ങുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.